Good morning, children. Welcome to the next topic, that is divisibility test. In the previous classes, we have already learned about factors and multiples. How to find factors and which is the prime number, composite number, etc. Okay. Then look at the divisibility test. A number, a number you take any 2 indivisible, 4 indivisible, 6 indivisible, ടെസ്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഡിവിസിബിലിറ്റി ബൈ 2. 2ന് ഡിവിസിബിൾ ആണോ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ 2ന് ഡിവിസിബിൾ ആണോ എന്നെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇഫ് എ നമ്പർ ends with 0 or an even number, then it is divisible by 2. ഒരു നമ്പർ അത് ends with means അതിൻ്റെ യൂണിറ്റ്സ് പ്ലേസ് അല്ലെങ്കിൽ അതിൻ്റെ വൺസ് പ്ലേസ് നമ്പർ 0യോ ഏതെങ്കിലും ഒരു ഈവൻ നമ്പറോ ആണെങ്കിൽ it is divisible by 2. അപ്പം 28 number, it is the even number അല്ലേ, വൺസ് പ്ലേസ് നമ്പർ ഒരു ഈവൻ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് അറിയാം അതൊരു divisible by 2 ആണ്. പിന്നെ 40 and ends with 0 end ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈവൻ നമ്പറിൽ end ചെയ്യുകയോ ചെയ്താൽ it is divisible by 2. That is 244. Look at the text. 244, 840, 244 എന്ന് പറയുന്നതാണ് വൺസ് പ്ലേസ് നമ്പർ. അതൊരു ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പറോ സീറോയോ വന്നാൽ, വൺസ് പ്ലേസിൽ ഈവൻ നമ്പറോ സീറോയോ വന്നാൽ അത് ഡിവിസിബിൾ ബൈ എത്ര വലിയ നമ്പർ ആണെങ്കിലും ആ ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. ഓക്കെ, ഇനി ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പോയിന്റ്, ഡിവിസിബിൾ ബൈ 4. ഒരു നമ്പർ അത് 4ന് ഡിവിസിബിൾ ആണോ എന്നറിയാനായിട്ട് ഇഫ് എ നമ്പർ ends in 2 zeros, ഒന്നുകിൽ 2 0 ആയിരിക്കണം, അതായത് വൺസ് പ്ലേസും ടെൻസ് പ്ലേസും 0 ആയിരിക്കണം, അല്ലെങ്കിൽ ദ നമ്പർ ഫോംഡ് ബൈ ദ ലാസ്റ്റ് 2 digits ഈസ് ഡിവിസിബിൾ ബൈ 4. അല്ലെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ വൺസ് പ്ലേസ് നമ്പറും ടെൻസ് പ്ലേസ് നമ്പർ 0 ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് 2 digits എന്ന് പറഞ്ഞാൽ വൺസ് ടെൻസ് പ്ലേസ്, വൺസ് പ്ലേസ് ടെൻസ് പ്ലേസിലെ നമ്പർ എടുത്താൽ അത് 4ന് ഡിവിസിബിൾ ആയിരിക്കണം എന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നെക്സ്റ്റ് 4800, ഇതിലെ ലാസ്റ്റ് 2ന് പറയാം വൺസും ടെൻസും 0 ആണ്, അപ്പോൾ അത് 4ന് ഡിവിസിബിൾ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എന്താണ്, ദ നമ്പർ ഫോംഡ് ബൈ ദ ലാസ്റ്റ് 2 digits, ലാസ്റ്റ് 2 digitsലെ നമ്പർ, അതായത് 7824, ഇതിലെ ലാസ്റ്റ് 2 digits divisible by 4 ആണ് അല്ലേ. 24 divisible by 4 ആണോ? That is 6 4s are 24 അല്ലേ, divisible by 4 ആണ്. അപ്പം ഒന്നുകിൽ ലാസ്റ്റ് 2 digits 20 ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് 2 digits 4ന് divisible ആയ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ that is divisible by 4. Look at the example. Then next, divisibility by 8. 8ന് divisible ആണോ എന്നറിയുന്നത് എങ്ങനെയാണ്, if a number ends with 3 zeros, അതായത് വൺസ് ടെൻസ് 100, 3 പ്ലേസസും 0 ആയിരിക്കണം. if a number formed by its last 3 digits divisible by 8, അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് 3 digits, ഫോർ എക്സാമ്പിൾ 38,000 ഇങ്ങനെയൊരു നമ്പർ കിട്ടി, ഇതിൻ്റെ ലാസ്റ്റ് 3 digits അതായത് വൺസ് ടെൻസ് 100 3 zeros വന്നു, it is divisible by 8 ആയിരിക്കും അല്ലേ. പിന്നെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന the number formed by last 3 digits is divisible by 8, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന വേറൊന്നെന്ന് പറഞ്ഞാൽ 48,328 എന്നൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് 3 digits അത് വൺസ് ടെൻസ് 100, അത് 4ന് ഡിവിസിബിൾ ആണോ 8ന് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാനായിട്ട് 328നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുവാണെങ്കിൽ, അതായത് അത് ഫുള്ളി ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് നമുക്കറിയാം ഈ നമ്പരും divisible by 8 ആയിരിക്കുമെന്ന്. once again, ഒന്നുകിൽ അതിൻ്റെ ലാസ്റ്റ് 3 digits 0 ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് 3 digits 8ന് ഡിവിസിബിൾ ആയ ഒരു നമ്പർ ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ അത് it is divisible by 8. Look at the example. അത് ചെയ്ത് നോക്കണേ, ആ എക്സാമ്പിൾ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് divisibility by 5. ഒരു നമ്പർ 5ന് ഡിവിസിബിൾ ആണോ എന്നറിയാനായിട്ട്, 5ന് ഡിവിസിബിൾ ആണോ എന്ന്
അറിയാവുന്നേ ഉള്ളൂ. ലാസ്റ്റ് നമ്പർ 0യോ 5ഓ ആണെങ്കിൽ അത് 5ന്റെ ഡിവിസിബിൾ ആയിരിക്കും അല്ലേ? കാരണം നമുക്കറിയാം 480 ലാസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് യൂണിറ്റ്സ് പ്ലേസ് 0 ആണ് അല്ലേ? യൂണിറ്റ്സ് പ്ലേസ് 0 വന്നാൽ അത് 5ന്റെ ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇനി 5 വന്നാൽ 945 5 വന്നാൽ ലാസ്റ്റ് നമ്പർ മീൻസ് യൂണിറ്റ്സ് പ്ലേസ് 5 വന്നാൽ അത് 5ന്റെ ഡിവിസിബിൾ ആണ്. അതും ആ എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കണം. ടീച്ചറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ അത് കഴിഞ്ഞ് ആ എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ഡിവിസിബിൾ ബൈ 10, അത് ഇതുപോലെ തന്നെയാണ്. ഡിവിസിബിൾ ബൈ 10 ആകണമെങ്കിൽ അതിന്റെ യൂണിറ്റ്സ് പ്ലേസ് ഇഫ് ദ നമ്പർ എൻഡ്സ് വിത്ത് 0, 0യിൽ അവസാനിക്കുന്ന എല്ലാ നമ്പറുകളും 10ന് ഡിവിസിബിൾ ആയിരിക്കും അല്ലേ? ഏത് നമ്പറാണ് നമ്മൾ എടുത്തോ 148,370 അതിന്റെ ടെൻസ് വൺസ് പ്ലേസ് 0 ആണ്. അതുകൊണ്ട് നമുക്കറിയാം അത് ഡിവിസിബിൾ ബൈ 10 ആണ്. നെക്സ്റ്റ് ഡിവിസിബിൾ ബൈ 3, 3ക്ക് ഡിവിസിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3, അതായത് ഒരു നമ്പർ 3ക്ക് ഡിവിസിബിൾ ആകണമെങ്കിൽ ആ നമ്പറിന്റെ സം 3ക്ക് ഡിവിസിബിൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 3522 ഇങ്ങനെ ഒരു നമ്പർ കിട്ടി. അത് 3ക്ക് ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ ആ നമ്പറിനെ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ആ കിട്ടുന്ന നമ്പർ ആ കിട്ടുന്ന ആൻസർ 3ക്ക് ഡിവിസിബിൾ ആയിരിക്കണം എന്നാണ്. ദാറ്റ് ഈസ് 3 + 5 8, 8 + 2 10, 10 + 2 12, 12 3ക്ക് ഡിവിസിബിൾ ആണെന്ന് നമുക്കറിയാം അല്ലേ? അങ്ങനെയാണ് 3ക്ക് ഡിവിസിബിൾ ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ ഡിവിസിബിലിറ്റി ബൈ 6, 6ന് ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്യും? ഇഫ് ദ നമ്പർ ഈസ് ഈവൻ ആൻഡ് അപ്പം കിട്ടിയിരിക്കുന്ന നമ്പർ ഈവൻ ആണോ എന്ന് ആദ്യം നോക്കുക. ഇഫ് ദ നമ്പർ ഈസ് ഈവൻ ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 3, കിട്ടിയ നമ്പർ ആദ്യം നോക്കുക ഈവൻ നമ്പർ ആണോ എന്ന് നോക്കുക. ഈവൻ നമ്പർ ആണെങ്കിൽ ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. അതായത് ഇപ്പം 3522 ഈവൻ നമ്പർ ആദ്യമേ നോക്കുക. ഈവൻ നമ്പർ ആണോ? 6ന് ഡിവിസിബിൾ ആണോ എന്ന് അറിയാനാണ്. ഓരോന്നിനും ഓരോ നെയിമാണ്. ഇഫ് ദ നമ്പർ ഈസ് ഈവൻ നമ്പർ the sum of the digits is divisible by 3. The sum of the digits is divisible by 3 ആണ് നമ്മൾ ആദ്യമേ തന്നെ കണ്ടു. അതായത് നമ്മൾ ആദ്യത്തെ ഇതിന് മുമ്പുള്ള ലോയിൽ പറഞ്ഞു divisible by 3 ആണെന്ന് അറിയാം. അതേ ഇത് നോക്കുക. ഇത് ഈവൻ നമ്പർ ആണെങ്കിൽ അതിന്റെ സം മുമ്പേ നമ്മൾ കണ്ടതുപോലെ തന്നെ അതിന്റെ സം കൂട്ടുന്ന അത് 3ക്ക് ഡിവിസിബിൾ ആണെങ്കിൽ അത് 6ന് ഡിവിസിബിൾ ആയിരിക്കും. 3ക്ക് ഡിവിസിബിൾ ആണെങ്കിൽ അത് 6ന് ഡിവിസിബിൾ ആയിരിക്കും ഈവൻ നമ്പർ ആണ്. ഇനി നെക്സ്റ്റ് ഡിവിസിബിലിറ്റി ബൈ 9, 9 ഡിവിസിബിൾ ആണോ എന്നറിയാനായിട്ട് ഓക്കെ. ഇഫ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9, ഒരു നമ്പർ 9 ഡിവിസിബിൾ ആണോ എന്നറിയാൻ ആ നമ്പറിന്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആ സം 9 ഡിവിസിബിൾ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ 35,847 35,487 ഇവിടെ നമ്പർ ആ നമ്പർ ആഡ് ചെയ്യുക. ആ കിട്ടിയ നമ്പർ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ആഡ് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് 3 + 5 + 4 + 8. ഒരു കറക്ഷൻ ഉണ്ട്. 847 എന്നാണ്. 847 3 + 5 + 8 + 4 + 7 അത് ആഡ് ചെയ്ത് കിട്ടുന്ന അപ്പോൾ എത്രയായിരിക്കും? 3 + 5 8, 8 + 8 16, 16 + 4 20, 20 + 7 27. 27 9 ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. അത്രയും നോക്കുക. ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ 9 ഡിവിസിബിൾ ആണെങ്കിൽ then it is we can say the number is divisible by 9. ഇതാണ് 9ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്. നെക്സ്റ്റ് പോയിന്റ് ഡിവിസിബിലിറ്റി ബൈ 7. ഒരു നമ്പർ അത് ഇച്ചിലൂടെ ശ്രദ്ധിച്ചിരിക്കണേ. ഇതിനേക്കാൾ ഇച്ചിലൂടെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. A number of 2 digits is divisible by 7. ഒരു നമ്പർ ഒരു 2 ഡിജിറ്റ് നമ്പർ ആദ്യം നോക്കുക. ഒരു 2 ഡിജിറ്റ് നമ്പർ ആണോ നോക്കുക. 2 ഡിജിറ്റ് നമ്പർ divisible by 7 ആണോ എന്നറിയാൻ if the sum of the 3 digits of the digits in the tens place, sum of the for example 63 എന്ന് പറയുന്ന നമ്പർ അത് 2 ഡിജിറ്റ് നമ്പർ ആണ്. ആദ്യമേ പറഞ്ഞ അത് 2 ഡിജിറ്റ് ആണെങ്കിൽ 7
ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ 2 ഡിജിറ്റ് ആണെങ്കിൽ അതിന് രണ്ട് ഓപ്ഷനാണ് അവിടെ പറയുന്നത്. 2 ഡിജിറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? The number of the 2 digits is divisible by 7 if the sum of the 3 times of the digits in the tens place. ഇതിലെ tens place നമ്പർ ഏതാണ്? 6 ആണ്. ആ 6ന്റെ 6 into 3, the sum of the 6 into 3 times of the, if the sum of the 3 times of the digit in the tens place and the digit in the ones place, digit in the ones place and the digit in the tens place. If the sum of the tens place 3 times of the tens place plus 3, അതായത് ones place ഇവിടെ ആഡ് ചെയ്യുക. അതായത് tens place നമ്പറിന്റെ 3 times അതിന്റെ കൂടെ എന്ത് ചെയ്യണം? ones place നമ്പറും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണോ എന്ന് നോക്കുക. ഡിവിസിബിൾ ബൈ 7 ആണോ? 6 3s are 18 plus 3 21. ഇനി ഒരു 2 ഡിജിറ്റ് ആണെങ്കിൽ എങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു മോർ ദാൻ 2 ഡിജിറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഡിവിസിബിൾ ബൈ 7 ആണോ എന്നറിയാം. ഡിവിസിബിൾ ബൈ 7 ആണോ എന്നറിയാം. The number of 3 or more digits is divisible by 7. അപ്പോൾ നമുക്ക് 3 or more digits ആണ് നമുക്ക് divisibility ടെസ്റ്റ് നടത്തണമെങ്കിൽ, 7ന്റെ divisibility ടെസ്റ്റ് നടത്തണമെങ്കിൽ the sum of the number formed by the last 2 digits, sum of the number formed by the last 2 digits. അതായത് ഒരു എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ 665 എന്ന നമ്പർ ആണെങ്കിൽ the sum of the digits അപ്പോൾ ഏതായിരിക്കും? ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് അതിന്റെ കൂടെ ഏതായിരിക്കും ആഡ് ചെയ്യേണ്ടത്? സം ഓഫ് ദ ഡിജിറ്റ്സ് ഇൻ ദ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് പ്ലസ് 2 ടൈംസ് ഓഫ് ദ റിമൈനിങ് ഡിജിറ്റ്സ്. റിമൈനിങ് ഡിജിറ്റ് ഏതാണ്? 6 ആണ്. അതിന്റെ 2 ടൈംസ് കൂടെ ആഡ് ചെയ്യുക. മനസ്സിലായോ? ലാസ്റ്റ് ഒന്നെങ്കിൽ ഇതിന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് 2 3ൽ കൂടുതലുള്ള ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ ആ കിട്ടുന്ന നമ്പറിന്റെ ഫസ്റ്റ് 2 ഡിജിറ്റ് ലാസ്റ്റ് 2 ഡിജിറ്റ് വൺസ് ആൻഡ് ടെൻസ് നമ്പർ ആദ്യം എഴുതുക. അതിൻ്റെ കൂടെ 2 ടൈംസ് ഓഫ് ദ റിമൈനിങ് ഡിജിറ്റ് 6 ആണ്. അതിന് 2 ടൈംസ് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 65 പ്ലസ് 12 അല്ലേ? ദാറ്റ് ഈസ് 77 അല്ലേ? 7 ഡിവിസിബിൾ ആണോ അല്ലേ? 7 ഡിവിസിബിൾ ആണോ? 11 into 7 is equal to 77. ഓക്കെ. ഇനി another number 1512. അത് 7 ഡിവിസിബിൾ ആണോ എന്നറിയാൻ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? അതിനകത്ത് 12ന്റെ കൂടെ ഏത് ആഡ് ചെയ്യണം? 2 ടൈംസ് അല്ലേ? 2 ടൈംസ് ഓഫ് 15, 2 into 15 ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 12 plus 30, 12 plus അല്ലേ? 2 ദാറ്റ് ഈസ് 42. 7 divisible ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് divisible by 11. ഇനി divisible by 11 ആണോ എന്നറിയാനായിട്ട് എന്ത് ചെയ്യാം? If the difference between the sum of the digits in the odd numbered place, അതായത് odd numbered placeന്റെ ആദ്യം സം എടുക്കുക. ആദ്യം odd number place എന്ന് പറയുന്നത് വൺസ് പ്ലേസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണേ. വൺസ് പ്ലേസ് കഴിഞ്ഞ് ഹൺഡ്രഡ്സ് പ്ലേസ് അല്ലേ? അതായത് ഒന്നാമത്തെ പ്ലേസ് എന്ന് പറയുന്ന വൺസ് പ്ലേസ്, പിന്നെ വരുന്നത് ടെൻസ് വിട്ടിട്ട് 100ന്റെ പ്ലേസ് 1 3, പിന്നെ 5ാമത്തെ പ്ലേസ്, അങ്ങനെ നോക്കാം. അപ്പോൾ ഓഡ് നമ്പേർഡ് പ്ലേസിന്റെ സം കാണണം. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ ഏതിനെ കണ്ടത്? സം ഓഫ് ദ ഡിജിറ്റ്സ് ഇൻ ദ ഈവൻ നമ്പേർഡ് പ്ലേസ്. അതിനകത്ത് ഈവൻ നമ്പേർഡ് പ്ലേസിന്റെ അതിന്റെ സം കാണും. എന്നിട്ട് രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് കാണും. ഫോർ എക്സാമ്പിൾ 1,07,789. 1,07,789. ഈ നമ്പർ 11 ഡിവിസിബിൾ ആണോ എന്നറിയാം. 11 ഡിവിസിബിൾ ആണോ എന്ന് നമുക്കറിയാം. അതിനറിയാനായിട്ട് ഇതിനകത്തെ ഓഡ് നമ്പർ പ്ലേസ് ആണ് വൺസ് പ്ലേസ്, ഹൺഡ്രഡ്സ് പ്ലേസ് അല്ലേ? 1 3
പിന്നെ 5. അപ്പോൾ ഇതാണ് ഓഡ് നമ്പറുടെ പ്ലേസ്. അതിനകത്ത് അതിൻ്റെ ആഡ് ചെയ്യും. 9 പ്ലസ് 7 പ്ലസ് 0 ഇസ് ഈക്വൽ ടു എത്രയാ? 16. ഇനി ഇതിനകത്ത് ഇനി എന്ത് ചെയ്യണം? ഈവൻ നമ്പറുടെ പ്ലേസിന്റെ സം ആണ്. ഈവൻ നമ്പറുടെ പ്ലേസ് ഏതൊക്കെയാണ്? 8, 7, 1. 8 പ്ലസ് 7 കൊടുത്ത് 8 ഏത് പ്ലേസിലായിരുന്നു? 10th പ്ലേസിലാണ്. പിന്നെ ഈ 7 ഏത് പ്ലേസിലാണ്? 1000ന്റെ പ്ലേസ്. പിന്നെ ഈ 1 ഏത് പ്ലേസിലാണ്? 1,00,000 പ്ലേസ് അല്ലേ? അപ്പം ഓഡ് ഇത് ഇവിടെ കണ്ടത് ഓഡ് നമ്പർ പ്ലേസിന്റെ പ്ലേസ് നോക്കണം. വൺസ് പ്ലേസ് നമ്മൾ ആ പ്ലേസ് വൺസ് പ്ലേസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. 1, 3, 5 അതാണ് ഓഡ് നമ്പറുടെ പ്ലേസ്. പിന്നെ ഈവൻ നമ്പറുടെ പ്ലേസ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റാർട്ട് ചെയ്യണം. അതായത് 10th പ്ലേസ് സ്റ്റാർട്ട് 2, 4, 6 അങ്ങനെ എടുക്കണം. അപ്പം 8 പ്ലസ് 7 പ്ലസ് 6 ദാറ്റ് ഈസ് 16 അല്ലേ? ഇനി നോക്കാം. ഇനി ഇതിന്റെ തമ്മിൽ ഡിഫറൻസ് കാണാം. 16 മൈനസ് 16 ഇസ് ഈക്വൽ ടു 0. അങ്ങനെ ഡിഫറൻസ് കാണുമ്പോൾ 0 വന്നാൽ അത് ആ നമ്പർ ഡിവിസിബിൾ ബൈ 11 ആയിരിക്കും. ആ നമ്പർ ഡിവിസിബിൾ ബൈ 11 ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഇത് ഈ 0യോ 11 ഡിവിസിബിൾ ആയ ഏതെങ്കിലും നമ്പറോ ആണെങ്കിൽ 0 ഓർ 11 ഡിവിസിബിൾ ആയ വേറെ ഏതെങ്കിലും നമ്പറോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ നമ്പർ ഡിവിസിബിൾ ബൈ 11 ആണ്. ടീച്ചർ ഈ പറഞ്ഞിരിക്കുന്ന ലോയിലെ ഓരോ പോയിന്റിന്റെ എക്സാമ്പിൾ കേട്ടേച്ച് ആദ്യത്തെ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക വീഡിയോ. അത് കഴിഞ്ഞ് രണ്ടാമത് നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് റഫ് നോട്ടും എടുത്ത് വെച്ചിട്ട് ടീച്ചർ പറഞ്ഞിരിക്കുന്ന ഓരോന്നിനും ഓരോ ലോയും കഴിഞ്ഞ് അതിൻ്റെ എക്സാമ്പിൾ ചെയ്ത് നോക്കുക. ഡിവിസിബിൾ ബൈ ഇപ്പം 3 ആണെങ്കിൽ 3 ആണോ എന്ന് തന്നിരിക്കുന്ന നമ്പർ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്താലേ മാത്രമേ പഠിക്കുള്ളൂ. ഒരു 3 പ്രാവശ്യം നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണാം, അല്ലെങ്കിൽ ഈ റൂൾസ് മനസ്സിലായില്ല. അതിനുശേഷം എക്സസൈസ് 4.3 ചെയ്യുക. ഓക്കെ.